ഹലോ സ്റ്റുഡൻസ്, നമുക്ക് NIOSലെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബ്രൗസർ എടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എടുത്തിട്ട് സ്റ്റുഡൻസ് പോർട്ടൽ NIOS എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റ് വരും. അതിലെ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ NIOSലെ സ്റ്റുഡൻറ്റ് പോർട്ടലിൻ്റെ സൈറ്റിലേക്ക് കയറാവുന്നതാണ്. ഇതിലിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത് നമുക്ക് സ്റ്റുഡൻസിന് NIOSൽ അഡ്മിഷൻ എടുത്തുള്ള രജിസ്ട്രേഷൻ ചെയ്തുള്ള സ്റ്റുഡൻസിന് അതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങൾ നമുക്ക് കാണാം. നമുക്കിവിടെ താഴെ ഓൺലൈൻ കോഴ്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ എടുത്തു. ഇവിടെ സെക്കൻഡറി കോഴ്സസ്, സീനിയർ സെക്കൻഡറി കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ സെക്കൻഡറി എന്ന് പറയുന്നതാണ് നമ്മുടെ SSLC, സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നതാണ് +2. അപ്പോൾ നമുക്ക് SSLCയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്കൻഡറി കോഴ്സസ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSLCക്കുള്ള എല്ലാ സബ്ജക്റ്റുകളും കാണാം. നമുക്കിതിലുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ PDF ഇവിടെ കിടക്കുന്നത് കാണാം. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്ററായിട്ട് ചാപ്റ്റർ ലെസൺ 1, ലെസൺ 2 എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാപ്റ്റർ നമുക്ക് താഴേക്ക് ഉണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് PDF ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ PDF ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ളായിട്ട് നമുക്കിതിൽ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് 18 പേജുകളുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫസ്റ്റ് ചാപ്റ്റർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓരോ ചാപ്റ്ററിനും നേരെ ലേണേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൈഡ് നമുക്ക് കാണാവുന്നതാണ്. ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെസണിൽ ഫുൾ ലെസണിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതെന്നുള്ളതിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഗൈഡുകൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഈ ഗൈഡുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ നമ്മൾ സാധാ ലെസൺ ഫുള്ളായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗൈഡിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് സീക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ലെസൻ്റെയും സ്റ്റഡി മെറ്റീരിയലും ലേണേഴ്സ് ഗൈഡ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് സീനിയർ സെക്കൻഡറി അല്ലാന്നുണ്ടെങ്കിൽ +2ൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അതിന് സീനിയർ സെക്കൻഡറി ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ എല്ലാ സബ്ജക്റ്റും അതിലുണ്ടാവും. നമുക്ക് വേണ്ടൊരു സബ്ജക്റ്റ് ഇപ്പോൾ ഫിസിക്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫിസിക്സിൻ്റെ എല്ലാ ലെസൺസും ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു സബ്ജക്റ്റിനായ ഇംഗ്ലീഷ് എടുത്തിട്ട് ഇംഗ്ലീഷ് നമുക്ക് എടുക്കാം. ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാ ലെസൺസും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ PDF അവിടെ കാണാം. ഈ ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ അപ്പുറത്ത് നമുക്ക് ഇതിൻ്റെ ലേണേഴ്സ് ഗൈഡും കാണാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഫുൾ ചാപ്റ്ററിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമായിട്ടുള്ള ലേണേഴ്സ് ഗൈഡും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈൽ ഫോണിൽ ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്.